കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വാഹനം ഫോക്സ്വാഗൻ്റെ പോളോ GT ആണ്. GT വാഹനം ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്. GT നിലവിൽ കിട്ടാൻ നല്ല വണ്ടികൾ കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് നല്ല ടോപ്പ് ക്വാളിറ്റി GT ആയിട്ടാണ് ഞാൻ വന്നേക്കണം. 2022 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. ജസ്റ്റ് ഒരു 20,000 കിലോമീറ്റേഴ്സ് പ്ലസ് മാത്രമാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. അതുകൂടാതെ തന്നെ അണ്ടർ വാറണ്ടിയാണ് വണ്ടി. അതാണ് ഞാൻ എടുത്ത് പറയാനുള്ള കാര്യം. നിലവിൽ അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന നല്ല കലക്കൻ സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന GT TSI. അപ്പോൾ ഈ വാഹനം നമുക്ക് ഫുള്ള് കണ്ടേക്കാം. ഇന്ത്യസ് എക്സ്റ്റീരിയേഴ്സ് ഒക്കെ ഞാൻ കാണിച്ചു പോകുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണണം. എവിടെയൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. വാഹനം ഫുള്ള് കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു പോളോ GT ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല കാലക്കം വണ്ടിയാണ്. യാതൊരു രീതിയിലുള്ളൊരു ചെറിയ മുട്ടിലോ തട്ടിലോ ഒന്നും നമുക്ക് ഈ വാഹനം തരുന്നില്ല. അതാണ് ഈ വണ്ടിയുടെ വേറൊരു ഹൈലൈറ്റ്. വണ്ടി നോക്കിയേ, ക്വാളിറ്റി ഉണ്ടോ. വണ്ടി ഇപ്പോൾ നിലവിൽ കിടക്കുന്ന എറണാകുളം ജില്ലയിലാണ്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത്. വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകണമെങ്കിൽ 2022 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. യാതൊരു രീതിയിലുള്ളൊരു ചെറിയ പൊടിക്ക് പോലും സ്ക്രാച്ചോ കാര്യങ്ങളില്ലാത്ത സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന ഹൈലൈൻ പ്ലസ് എന്നാൽ GT എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, GT TSI ആണ്. യാതൊരു രീതിയിലുള്ളൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഫ്രഷ് വണ്ടി. ടോപ്പ് വ്യൂ നോക്കിക്കാം. ടോപ്പ് വ്യൂ ആയാലും നല്ല നീറ്റായിട്ടെങ്കിലും ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിനി വീലാർസിലേക്കും എയർ കണ്ടീഷനിലേക്കും ഒന്ന് നോക്കാം. വീലാർസിലേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ടോ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസും കൂടെ കിട്ടുന്നുണ്ട്. നല്ല ഗ്രിപ്പ് ടയേഴ്സ് ഒക്കെ നല്ല ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രിപ്പ് കുറച്ച് കുറവുണ്ട് കേട്ടോ. അലോയ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ബോണറ്റിലേക്ക് വരാം. ബോണറ്റ് ആയാലും നല്ല നീറ്റ് അടിക്കുന്ന ബോണറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വിൻഷീൽഡിലേക്ക് വരാം. വിൻഷീൽഡും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ലാമ്പിലേക്ക് വരാം. ലാമ്പായാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. താഴെ നമുക്ക് ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിലെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സും നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ നമുക്ക് വീലാർസിലേക്ക് വരാം. ഈ വീലാർസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പ് കണ്ട ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. സൈഡിലേക്ക് വരാം. ഇവിടെ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള സൈഡ് മിറേഴ്സ് വരുന്നുണ്ട്. ഇവിടെ പൊട്ടിക്ക് ചെറിയൊരു സ്ക്രാച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമാണ് ഒരു സംഭവമായിട്ട് നമുക്ക് പറയാനുള്ളൂ. രണ്ട് ഡോറും നീറ്റായിട്ട് ഇങ്ങനെ ഡോർസും നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. രണ്ട് വിൻഷീൽഡ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ റൂഫ് നോക്കാം. റൂഫും നീറ്റായിട്ടിരിക്കുന്ന റൂഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർസും എയർ കണ്ടീഷനും ഫുൾ ഗ്രിപ്പ് കൂടി നിൽക്കുന്നു. ബാക്കിൽ ലാമ്പൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. വിൻഷീൽഡും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സ്പോയിലേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ലിഡിലേക്ക് വരാം. ലിഡായാലും നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പ് കണ്ട ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസും നമുക്ക് കാണാൻ പറ്റും. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഇവിടെ നമുക്ക് പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓറിയം കൺട്രോൾ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ആ ഒരു സീറ്റ് കവേഴ്സല്ല കമ്പനി സീറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ഡാഷ്ബോർഡൊക്കെ നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്നു. 28,900 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. മിഡിൽ നമുക്കിവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ GT എന്ന് പറഞ്ഞു. അതിൻ്റെ ഗിയർ നോബും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. റൂഫും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന റൂഫും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് പയ്യൊന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ച് വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഡോർ പാഡ്സും ഇവിടെ നീറ്റായിരിക്കും ഡോർ പാഡ്സും കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ സീറ്റ്സ് നോക്കാം. സീറ്റ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലെഗ് റൂം ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലെഗ് റൂം കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയർ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ എൻജിൻ റൂമും ബൂട്ടും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ലിവർ മപ്പിയായിട്ട് എൻജിൻ റൂം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം. ഞാൻ പറഞ്ഞു പോളോ GT TSI ആണ്. പെട്രോളാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ യാതൊരു രീതിയിലുള്ള കിലോമീറ്റർ കാര്യങ്ങളൊന്നും ഓടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള ഫ്രഷ്നെസ് നമുക്ക് വാഹനത്തിൽ കാണാൻ പറ്റും. ഇവിടെ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ഇനി നോക്കാം. അതേപോലെ ഇവിടെ ബാറ്ററി നോക്കാം. പേസ്റ്റിങ്ങൊക്കെ നോക്കാം. ആപ്രോണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ തന്നെ നമുക്കിനി ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ആ ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നീറ്റായിട്ട് തന്നെയാണ് വാഹനം ഇരിക്കുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ടിലേക്കൊന്ന് നോക്കാം. ബൂട്ടിലെന്താണ് അവസ്ഥ നോക്കാം. ലിവർ നപ്പിയട്ടെ. അപ്പോൾ ഈ കാണുന്ന വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ഇവിടെ പാർസൽ ട്രേ ഒക്കെ നീറ്റായിട്ടിങ്ങനെ പാർസൽ ട്രേ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും ഇഷ്ടം പോലെ ബൂട്ട് സ്പേസും കൂടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ്
പ്ലാറ്റ്ഫോം അപ്പ് ചെയ്യാം. പ്ലാറ്റ്ഫോം അപ്പ് ചെയ്തതിൻ്റെ ടയർ കണ്ടീഷൻ നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള ടയേഴ്സ് നിൽക്കുന്നുണ്ട്. സ്പെയർ വീൽ റൂമായാലും നീറ്റായിട്ട് ഇരിക്കുന്നു. നമുക്ക് പിന്നെ എഡ്ജസ്റ്റിലേക്ക് പോകാം. എഡ്ജസ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു എഡ്ജസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലിഡായാലും ലിഡിൽ നമുക്ക് ക്ലാരിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി നമുക്ക് ഈ വാഹനത്തിൻ്റെ ലിഡിലും കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഹൈലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് റിയറിൽ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. കൂടി എടുത്ത് പറയണം, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി എന്നാണ് എനിക്ക് തോന്നണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2022 മോഡൽ GT ആണ്, പോളോ GT വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിൽ മെസ്സേജോ വോയിസ് ഇട്ടേക്കാം, റിപ്ലൈയും കാര്യങ്ങളും തരുന്നതാണ്. കോൾ ചെയ്താൽ ചിലപ്പോൾ എടുത്തെന്ന് വരില്ല, അതിൻ്റെ പേരിലാണ്. അപ്പോൾ മെസ്സേജോ കാര്യങ്ങൾ ചെയ്തേക്കാം. 2022 മോഡൽ അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടി. ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്ത നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. ജസ്റ്റ് 20,000+ കിലോമീറ്റേഴ്സാണ് ഓടിയേക്കണം. ഓക്കെ, നമുക്ക് റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കാനാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു പോളോ GTയുടെ ആസ്കിംഗ് പ്രൈസ് 12.75 lakhs ആണ്. 12,75,000 രൂപ. നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ എന്താണ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ബന്ധപ്പെട്ടേക്കാം. ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.